بسم الله الرحمن الرحيم. سبحان الذي أطلع في شهر ربيع الأول قمر نبي الهدى فأوجد نوره قبل خلق العالم وسماه محمد صلى الله عليه وسلم وأخرجه في آخر الزمان كما قدر وأبدا وألبسه خلعة جمال التي لم يلبسها أحدا فولد بوجه أخجل في قمرا وفرقدا ألا هو الذي توسل به آدم عليه السلام سحر بكونه والدا واستعاذ به النوح عليه السلام فنجا من الردى. السلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. ഇന്ന് നമ്മളെ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞ മൗലിദിന്റെ പാട്ട് പാടിയത് ഇല്ല? എന്താണ് പാടിയത്? മുത്തുനബി ജന്മദിനം വന്നു സ്നേഹിതാ മുഹബത്തേറും നാള് പുണ്യനാള് സ്നേഹിതാ മൗലിദിന്റെ ഈരടികൾ കേൾക്കുകയല്ലോ മധു ചൊല്ലിക്കൊണ്ട് പുണ്യം നേടി സ്നേഹിതാ. അല്ലെ, മുത്തുനബിയുടെ മധുകൾ പാടുമ്പോ നമുക്ക് എന്ത് കിട്ടും? ഒരുപാട് പുണ്യങ്ങൾ കിട്ടും, നമുക്ക് ഒരുപാട് നന്മകൾ കിട്ടും. അള്ളാഹുവിന്റെ റസൂലുമായിട്ട് നമുക്ക് അടുക്കാൻ പറ്റും. അതുവഴി ആരുമായിട്ട് അടുക്കാം? അള്ളാഹുമായി കൂടുതൽ അടുക്കാം. അല്ലെ, റബ്ബിന്റെ വാതില വണ്ട നബി തന്നാണ്, അല്ലാതെ മറ്റൊരു ബാബുമില്ലെന്നാണ്. നിനക്കെന്ത് റബ്ബിൽ നിന്ന് കിട്ടണമെങ്കിലും നബിയെ പിടിച്ചല്ലാതെ ഗതിയില്ലൊന്നിലും. പറയുന്നതെന്താണ് അന്നിസാ സൂറത്തതിൽ ചിന്തിച്ചു നോക്ക 64-ാമത്തിൽ. അല്ലെ, അള്ളാഹു ഇഷ്ടപ്പെട്ട ആരാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ? മുത്തുനബിയ. അല്ലെ, ആ മുത്തുനബിയെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അല്ലെ, അപ്പൊ അതിനൊരു ഭാഗമാണ് എന്ത്? മൗലിദ്. അല്ലെ, മൗലിദ് പോലും ആദ്യത്തെ വരി ഫസ്റ്റ് കാണുന്ന എന്താണ്? താലാൽ ബദ്റുമാണ്. അല്ലെ, മദീനക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പാടിയ സ്വീകരിച്ചത്? പാട്ട് പാടിയ സ്വീകരിച്ചത്. അല്ലെ, എന്താ പാടിയത്? താലാൽ ബദ്റു അലൈന من ثنيات الوداع وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي. لا വലിയ ശ്രേഷ്ഠതയുള്ള ബൈത്തുകളാണ് ഇതൊക്കെ. കാരണം എന്താ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പാടിയ ബൈത്താണ്, നബി അംഗീകാരം കൊടുത്ത ബൈത്താണ് താലാൽ ബദ്റു. അല്ലേ, അതേപോലെ മഹാന്മാര് നമുക്കെന്ത് അള്ളാഹുവിന്റെ റസൂലുമായി അടുക്കാൻ വേണ്ടി ഒരുപാട് മദ്ഹുകൾ, ചരിത്രങ്ങൾ, സംഭവങ്ങൾ അല്ലെ നബിയെ പുകഴ്ത്തിക്കൊണ്ട് എഴുതിയിട്ടുണ്ട്. അതിലൊരു മൗലിദാണ് ഏത്? മങ്കൂസ് മൗലിദ്. അല്ലെ, നമുക്ക് ആ മങ്കൂസ് മൗലിദിലെ കുറച്ച് ഭാഗം ഒന്ന് ഓതാം. അല്ലെ, ഓരോ ദിവസവും കുറച്ച് നമുക്ക് ഓതാം. അല്ലെ, തുടക്കം നമുക്കൊരു ആയത്തിനെ മുന്തിക്കുന്നതല്ല. ആയത്തെന്ന് പറയുന്നതാ പരിശുദ്ധ ഖുർആനില് അല്ലാഹു തആല പറഞ്ഞ വലിയൊരു സംഭവം പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിക്കുന്ന ഒരു ആയത്തുണ്ട്. എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അത് ഒരു സംഭവമാണ് ആയത്ത് എന്ന് പറഞ്ഞാൽ. എന്താണ്? അള്ളാഹു താലയുടെ അല്ലേ നമ്മളെല്ലാം, ഈ ലോകവും മുഴുവനും ആരില്ല? അള്ളാഹു താല നമ്മളിലേക്ക് ഓരോ കൽപ്പനകൾ തന്നിട്ടുണ്ട്. അല്ലെ, നിങ്ങൾ അത് ഇത് ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ആയത്തിൽ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ ചെയ്യുന്നു, എന്റെ മലക്കുകളും ചെയ്യുന്നു, നിങ്ങൾ മുഅ്മിനീങ്ങളെ ചെയ്യുന്ന പറയുന്നൊരു പ്രവർത്തനമാണ്. എന്നറിയാം, അള്ളാഹു ചെയ്യുന്ന ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ സ്വലാത്താണ്. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി. നിശ്ചയമായും അള്ളാഹുവും അവന്റെ മലക്കുകളും എന്ത് ചെയ്യുന്നു? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്ത് ചെല്ലുന്നു? അവന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മലക്കുകളും ചെല്ലുന്നു. അതാണ് നമ്മളെ ഏൽപ്പിച്ചത്. അപ്പൊ ഒരു പുണ്യമുള്ള വലിയൊരു പ്രതിഫലം ആഗ്രഹിക്കുന്ന വലിയൊരു ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആയത്തല്ലേ അത്. ആ ആയത്ത് ഓതിയ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഇങ്ങനെ നമ്മൾ കേട്ടാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വലാത്തിലാണ്. കാരണം എന്താ, ആയത്ത് കേട്ട അതിന് മറുപടി നമ്മൾ പറയണം. ആയത്തല്ലേ കേട്ടത്, അള്ളാഹുവിന്റെ കൽപ്പനയല്ലേ കേട്ടത്. ഉടനെ എന്ത് ചെയ്യും, നമ്മള് സ്വലാത്ത് എഴുതണം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയണം. അത്രയെങ്കിലും പറയണം. അപ്പൊ നമുക്ക് മൗലിദിലേക്ക് കിടക്കാം കേട്ടാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ وأوجد نوره قبل خلق العالم وسماه محمدا صلى الله عليه وسلم. നബിയുടെ പേരൊക്കെ എന്ത് പറയണം നമ്മൾ? സല്ലല്ലാഹു അലൈഹി വസല്ലം. وأخرجه في آخر الزمان كما قدر وأبدى وألبسه خلعة الجمال التي لم يلبسها أحدا صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم. الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. أنت أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي. ارتكبت على الخطا غير حسر وعداد لك أشكو فيه يا سيدي خير النبي. إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي خير النبي. الشفاعة هب لنا في القيامة مشفقا وهلنا إرضاء يا سيدي خير النبي. الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي سيدي خير النبي سيدي خير النبي. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അപ്പൊ നമുക്ക് ഈ മൗലിദ് ഇങ്ങനെ ഓതുമ്പോഴേ നമ്മൾ ഇതിന്റെ അർത്ഥങ്ങളൊക്കെ പഠിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോ ദിവസങ്ങൾ ഇതിന്റെ അർത്ഥങ്ങൾ പഠിക്കണം. അതേപോലെ ഈ പറയുന്ന മദ്ഹിനെ കുറിച്ച്, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെയും വാപ്പയുടെയും പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? രണ്ടുപേരെ, ഒരാളുടെ പേര് കേൾക്കുമ്പോൾ അബ്ദുള്ള എന്ന് കേൾക്കുമ്പോൾ എന്ത് പറയണം? റളിയല്ലാഹു അൻഹു എന്ന് പറയണം. ഉമ്മയുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം? റളിയല്ലാഹു അൻഹ. രണ്ടുപേരുടെയും കൂടെ പറയുമ്പോഴോ റളിയല്ലാഹു അൻഹുമാ എന്ന് പറയും. റളിയല്ലാഹു അൻഹുമാ. കാരണം നമ്മളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അത് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞല്ലയോ അല്ലേ? സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞിട്ടില്ലേ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അത് നമ്മളോട് കൽപ്പിച്ചതാണ് അല്ലേ? അപ്പൊ ഇത് ആദ്യമേ നമ്മളോട് അല്ലാഹു കൽപ്പിക്കണമെങ്കിൽ ആദ്യമേ ആരോട് കൽപ്പിക്കണം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? മുത്തുനബിയുടെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി ആര് കൽപ്പിച്ചിട്ടുണ്ട്? അള്ളാഹു കൽപ്പിച്ചു. ദ്വാരക്ക. അപ്പൊ മുത്തുനബി ചെയ്തിട്ടില്ലേ നമ്മൾ പഠിപ്പിക്കുന്നത്? അപ്പൊ മുത്തുനബിയുടെ വാപ്പായ്ക്കും ഉമ്മായ്ക്കും വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം?